ഹായ് ദേർ എവ്രി വൺ. കമ്പനി സെക്രട്ടറി എന്നത് വളരെ റെപ്യൂട്ടഡ് ആയ ഒരു റോളാണെന്ന് നമുക്കറിയാം അല്ലേ? ബട്ട് എന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്നറിയാമോ? ഇന്നത്തെ വീഡിയോയിൽ കമ്പനി സെക്രട്ടറിയുടെ റോളിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലിസ്റ്റ് ചെയ്യപ്പെട്ട എല്ലാ കമ്പനികളും 10 കോടിക്ക് മുകളിൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഉള്ളതുമായ കമ്പനികളും ഒരു ഫുൾ ടൈം CS-നെ അപ്പോയിന്റ് ചെയ്യണം എന്നതാണ് നിയമം. അപ്പോൾ നമുക്ക് CS-ന്റെ റെസ്പോൺസിബിലിറ്റീസ് ഡീറ്റെയിൽ ആയി തന്നെ നോക്കാം. ഒരു ഓർഗനൈസേഷൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുന്നുണ്ട് എന്നത് ഉറപ്പുവരുത്തുക എന്നതും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുക എന്നതുമാണ് കമ്പനി സെക്രട്ടറീസിന്റെ പ്രൈമറി ഡ്യൂട്ടി. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്ന് വെച്ചാൽ ആനുവൽ റിട്ടേൺസ് ഫയൽ ചെയ്യുക, ലീഗൽ രജിസ്റ്ററുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, കോർപ്പറേറ്റ് ലോസ് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നിവയാണ്. മീറ്റിംഗ് കോർഡിനേഷൻ, മീറ്റിംഗ് മിനിറ്റ്സ് കീപ്പ് ചെയ്യുക പോലുള്ള ബോർഡ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നത് ഇവരുടെ ഡ്യൂട്ടിയാണ്. ബോർഡ് മീറ്റിംഗ്, ജനറൽ മീറ്റിംഗ്, കമ്മിറ്റി മീറ്റിംഗ് എന്നിവയാണ് ഇതിൽ വരുന്നത്. ബോർഡ് മെമ്പേഴ്സിനെ അവരുടെ ഡ്യൂട്ടീസിനെ പറ്റി ഗൈഡ് ചെയ്യുക, അവരുടെ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് ലീഗൽ സജഷൻസ് കൊടുക്കുക എന്നതും CS-ന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. കമ്പനി നിയമപ്രകാരമാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുറപ്പുവരുത്താനാണ് ഇത്. ബാക്കി റെസ്പോൺസിബിലിറ്റീസ് കൂടെ നോക്കാം. സ്റ്റേക്ക് ഹോൾഡർ കമ്മ്യൂണിക്കേഷൻ ആണ് അടുത്ത റെസ്പോൺസിബിലിറ്റി. ഷെയർ ഹോൾഡേഴ്സുമായുള്ള ഫൈനാൻഷ്യൽ മീറ്റിംഗ്, മീറ്റിംഗ് നോട്ടീസുകൾ, ഡിവിഡൻഡുകളെ പറ്റിയുള്ള കമ്മ്യൂണിക്കേഷൻ എന്നിവയാണ് ഇതിൽ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പനിക്കും ലോ സിസ്റ്റംസിനും ഇടയിലുള്ള ബ്രിഡ്ജാണ് CS. കമ്പനിയുടെ പ്രധാനപ്പെട്ട രേഖകൾ കീപ്പ് ചെയ്യാൻ ഏൽപ്പിക്കുന്നത് CS-നെയാണ്. അതായത് കമ്പനിയുടെ ലീഗൽ റെക്കോർഡ്സും ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും രജിസ്റ്റേഴ്സും മറ്റ് പ്രധാനപ്പെട്ട രേഖകളും. അത്രയും ട്രസ്റ്റഡ് ആയ ഡയറക്ടേഴ്സിനൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ജോബ് ടൈറ്റിലാണ് CS എന്ന് മനസ്സിലായില്ലേ? കോർപ്പറേറ്റ് സ്ട്രാറ്റജിയാണ് അവസാനമായി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി. കോർപ്പറേറ്റ് സ്ട്രാറ്റജികളും പോളിസികളും ഇംപ്ലിമെൻറ്റ് ചെയ്യുക, കമ്പനിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക എന്നതും ഒരു CS-ന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ചെക്ക് ചെയ്ത് ലീഗൽ റിസ്കുകൾ അനലൈസ് ചെയ്ത് അതിനെ റെക്ടിഫൈ ചെയ്യാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക എന്നതും അവരുടെ ജോലിയുടെ ഭാഗമാണ്. എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ജോലിയാണ് CS-ന്റേതെന്ന് മനസ്സിലായില്ലേ? ബട്ട് ഹൗ ക്യാൻ ഐ ബിക്കം എ കമ്പനി സെക്രട്ടറി എന്നാണോ ആലോചിക്കുന്നത്? നോ ഇഷ്യൂസ്. അതിനുള്ള ഉത്തരവും ഈ വീഡിയോയിൽ തന്നെയുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ കമ്പനി സെക്രട്ടറി പ്രോഗ്രാമിന്റെ ടോപ്പ് ലേണിംഗ് പ്രൊവൈഡറാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫാക്കൽറ്റി പൂളുള്ള 14-ൽ കൂടുതൽ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് IIC ലക്ഷ്യ. ഇന്ന് തന്നെ നിങ്ങളും ഈ പ്രോഗ്രാമിലേക്ക് എൻറോൾ ചെയ്ത് പ്രസ്റ്റീജിയസ് ആയ ഈ റോളിലേക്ക് പ്ലേസ്ഡ് ആവൂ. താങ്ക് യു ഫോർ ജോയിനിങ് അസ് ടുഡേ. ഹാവ് എ ഗ്രേറ്റ് ഡേ.